എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോണു. കുഴപ്പമില്ല. സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ കുറേ ദിവസമായി ഇങ്ങനെ തേടി നടക്കുന്നത്. എന്നെയോ? അപ്പൊ ഒഴിഞ്ഞു മാറി. ലുലുവിൽ വെച്ചിട്ട് പറഞ്ഞു, അയ്യോ. അതെ അതെ, നമ്മള് കണ്ടപ്പോ ഞാൻ ആ ചോദിച്ചു. ഞാൻ ഇന്റർവ്യൂ എന്ന് കേൾക്കുമ്പോ എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞാൻ ഓടിപ്പോവും. കൊറേ കൊറേ ഇന്റർവ്യൂ തന്നെ ഇന്റർവ്യൂ കൊടുത്തത് ഇന്റർവ്യൂ കൊടുക്കുന്നതിന് പ്രശ്നമില്ല. ഉം. ഇന്റർവ്യൂ ആൾക്കാർ കാണുന്നില്ല. ഇവര് കാണുന്ന ഇതിന്റെ ചെറിയ ചെറിയ ബൈറ്റ്സ് ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ കാണുന്ന ഇതിന്ന് ഒരു പോർഷൻ എടുത്തിട്ട് നമ്മൾ ഓൺലൈനിൽ ന്യൂസ് ആയിട്ട് എഴുതുമല്ലോ. ഉം. അവരെടുത്ത ന്യൂസ് പോലെ, അവരെടുത്ത ഇന്റർവ്യൂ പോലെ, ഉം. അവർക്ക് കൊടുത്ത ഇന്റർവ്യൂ പോലെയാണ് ന്യൂസ് എഴുതുന്നത്. ഇതിന്റെ തലക്കെട്ടും അതും കൂടി വായിച്ചു കഴിയുമ്പോൾ കഴിഞ്ഞു. കൊടുക്കണമെന്നില്ല അല്ലേ? അതുകൊണ്ട് നമ്മൾ പറഞ്ഞതായിരിക്കില്ല ഔട്ട് വരിക. ആ അപ്പൊ അത് കാരണം ഞാനിപ്പോ ഇന്റർവ്യൂ എന്ന് കേൾക്കുമ്പോൾ ഞാൻ മുങ്ങുന്നത്. മുങ്ങി നടക്കുന്നല്ലേ? മുങ്ങിയ ഒരു യാത്രയാ അല്ലേ? ഷോ ആയിട്ട് ഇങ്ങനെ അങ്ങ് പോകും. പ്രോഗ്രാംസ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ പോവും. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ വിളിച്ചപ്പോ ഇവിടെ ഇല്ലായിരുന്നു. ഇല്ല, ബോംബെയിൽ എന്റെ ഷോ ഷോ ഉണ്ടായിരുന്നു. ബോംബെയിൽ ഷോ നടക്കുന്നുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ഫോളോ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഇന്നലെ ഇൻസ്റ്റയിൽ നോക്കിയപ്പം ബോംബെ പോയേണ്ട ഒരു ഡാൻസ് ആണെന്നാണ് ഇൻസ്റ്റയിലുള്ള. ആയിരിക്കും. അല്ലേ? അതെ, ബോംബെ പോയ ഡാൻസ് അവിടെ ആണ്. പോയപ്പോ ഒരു 3 ഡാൻസിന്റെ റീല് ഞാൻ ആ ചെയ്തിട്ടുണ്ടായിരുന്നു. റീല് ഞാൻ കണ്ടു. ആ, ആ റീല് കണ്ടപ്പം ബോംബെയിലാണ്. അപ്പൊ തിരിച്ചെത്തിക്കാണ്. റീൽ ഇട്ടെങ്കിൽ ഇവിടെ തിരിച്ചെത്തി എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഇന്നലെ ഒന്ന് ഫോളോ ചെയ്തത്. ആ, ആ, ആ. അപ്പൊ ഇന്നലെ ഫോളോ ചെയ്തപ്പോൾ കൃത്യമായിട്ട് അയ്യോടെ കിട്ടി. കിട്ടി. അയ്യോടെ കിട്ടിയല്ലേ, പിന്നെ പിടുത്തം കിട്ടിയില്ലെങ്കിലോ. ഇനി ഓണം നേരെ കഴിയുന്നവരെ കാത്തിരിക്കേണ്ടെന്ന് ഞാൻ ഓർത്തു. അതാണ് നേരെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നത്. നേരെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് പോകും. ഈ പറഞ്ഞതുപോലെ തുടക്കത്തിൽ സിനിമ, ഉം. തുടക്കത്തിൽ സിനിമയല്ല, തുടക്കത്തിൽ മോഡലിംഗ് മോഡലിംഗ് ആണല്ല, ഞാൻ സിനിമയിലേക്ക് വരികയാണ്. തുടക്കത്തിൽ സിനിമ, പിന്നീട് സിനിമയിൽ അങ്ങ് ആക്റ്റീവ് ആകുന്നില്ല. അത് എന്തുകൊണ്ടാണ്? ഞാൻ മടുത്തിട്ട് നിർത്തി പോയത്. അതായത് സിനിമയിൽ വന്ന സമയത്ത് ലൈക്ക് 1-2 സിനിമ ഞാൻ ചെയ്ത സിനിമകളൊക്കെ എന്തെങ്കിലും തരത്തിൽ എൻ്റെ അച്ഛൻ സിനിമയായിരുന്നു, അതായിരുന്നല്ലോ. അച്ഛനമ്മയ്ക്ക്. അപ്പോൾ അവരുമായിട്ട് കണക്ട് ആയിട്ടുള്ള, ഇപ്പൊ കലികാല ആണെങ്കിൽ കലികാലത്തിന്റെ ഡയറക്ടർ ഉണ്ട്. അപ്പൊ ചേട്ടൻ ആക്ച്വലി ചേട്ടന് ഓൾറെഡി എൻ്റെ അമ്മയുടെ ഫ്രണ്ടിനെ അറിയാമായിരുന്നു. അപ്പൊ അങ്ങനെ വന്നതാണ്. ഓർക്കൂട്ട് ഓർമ്മക്കൂട്ട് ഞാൻ കൊച്ചിയിൽ മോഡലിംഗ് ചെയ്യുന്ന സമയത്ത് ആഘോഷ് എന്ന് പറഞ്ഞൊരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. അപ്പം പുള്ളി ത്രൂ കണക്ട് ചെയ്ത് പ്രദീപ് രംഗം മേക്കപ്പ് മാൻ ഉണ്ട്. പ്രദീപേട്ടനാണ് ഓർക്കൂട്ടിൽ ചെയ്യേണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഓർക്കൂട്ട് ചെയ്യുന്നത്. MLA മണി ശ്രീതേട്ടനെ ഓൾറെഡി അറിയാം. അപ്പൊ ശ്രീതേട്ടൻ വിളിക്കുന്നു. അപ്പൊ എല്ലാം അങ്ങനെ അങ്ങനെ എന്നെ അറിയുന്ന ആൾക്കാർ ത്രൂ വന്ന സിനിമയായിരുന്നു. അത് അടുപ്പിച്ചടുപ്പിച്ച് ചെയ്തു. അത് കഴിഞ്ഞപ്പോ പിന്നെ സിനിമയിലേക്ക് കിട്ടുക എന്നുള്ളത്, വൺസ് നായികയായി കഴിഞ്ഞാൽ പിന്നെ ആ സിനിമ ഹിറ്റായാലും ഇല്ലെങ്കിലും എന്തായാലും വൺസ് നായിക ഒരു മെയിൻ ലീഡ് ചെയ്താൽ പിന്നെ ക്യാരക്ടർ റോൾ ചെയ്യാൻ ആൾക്കാർക്ക് വിളിക്കില്ല. കാരണം ഓൾറെഡി അവർ പറയും ആ കുട്ടി നായികയായിട്ട് വന്നതാ, ഇനി ഇനി ക്യാരക്ടർ ചെയ്യൂല. വരുവോ? വരുമോന്ന് എന്നോട് ചോദിച്ചാൽ അല്ല, അവര് സംശയം പ്രകടിപ്പിക്കുകയാണ്, അതെ, നമ്മളോട് ചോദിക്കില്ല. അവരങ്ങ് തീരുമാനിക്കും. സോ അത് കാരണം സിനിമ കിട്ടാനുള്ളത് ബുദ്ധിമുട്ടായി. പിന്നെ വരുന്ന സിനിമകൾ വെച്ച് വരുന്ന കോളുകൾ കുറെ ഈ പറഞ്ഞ പോലെ വേറെ ഇഷ്യൂസ് ഉള്ള, അഡ്ജസ്റ്റ്മെന്റ് ഇഷ്യൂസും പ്രശ്നങ്ങളുള്ള സാധനങ്ങളായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ മൊത്തത്തില് മടുത്തു എനിക്ക്. അപ്പൊ ഞാൻ എന്താണ് ഇഷ്യൂസ് വരുന്ന സിനിമയിൽ? എങ്ങനെ എന്താണ് അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളും പ്രശ്നങ്ങളും ആയിട്ടുള്ള പരസ്യമായിട്ട് വേറെ പറഞ്ഞിട്ടുണ്ട്? പല ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ചോദിച്ചിട്ടുണ്ട്. അതെ. അപ്പം അപ്പം മടുത്തിട്ട് സാധിക എന്ത് പറയും? അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാണ്, ഈ സിനിമ കിട്ടും. അങ്ങനെ സിനിമ കിട്ടും എന്നുള്ളതല്ല, ഇവർക്ക് അങ്ങനത്തെ ഒരു സംഭവമല്ല ചേട്ടാ. ഞാൻ പറയുന്നത് ഞാൻ തുടങ്ങിയ ഇപ്പോഴത്തെ കാലഘട്ടം അല്ല അല്ല. അല്ല, അന്നത്തെ അന്നത്തെ കാലഘട്ടം കാലഘട്ടം. എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ അന്നത്തെ അധികം കാലം ഇപ്പോഴത്തെ ആളുകളുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രായം തോന്നി പറയും. പ്രായം 10 കണ്ട വർഷം കണ്ട പ്രായമൊന്നും ഇല്ല, അങ്ങനെ പറയണ്ട. 10 വർഷം അങ്ങനെ എന്ന് പറയാം, ഒരു പറയുന്നത് 10 വർഷം വായിക്കുന്ന പോലെ അങ്ങനെ പറഞ്ഞങ്ങ് പോ, അതെ അതായിരിക്കും അതൊരു നല്ലത്. കാലഘട്ടത്തിന് ഗ്യാപ്പ് ഉണ്ട്, ജനറേഷന് ഉണ്ട്, ഗ്യാപ്പ് ഉണ്ട്, ഉണ്ട്. ഉണ്ട് ആക്ച്വലി 10 തീർച്ചയായിട്ടും ഉണ്ട്. വർഷത്തിന്. ആ കാരണം ആ സമയത്ത് ലൈക്ക് നമ്മൾ വരുമ്പോ ഇത്ര മീഡിയ ഇല്ല, ഇത്ര പബ്ലിസിറ്റി ഇല്ല, ഒന്നും ഇല്ലല്ലോ. നമുക്ക് ആകെയുള്ളത് എന്താ, നമുക്കിപ്പോ ഇങ്ങനെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ റീല് പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് എത്താൻ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. ന്യൂസ് ചാനൽസ് തന്നെ 1, 2, 3 അതെ മാത്രമേ ആ അതെ. സമയത്തുള്ളൂ. നമുക്ക് എന്റർടൈൻമെന്റ് ഡെസ്കിലാണ് നമുക്ക് ആകെയൊക്കെ നമ്മുടെ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ ഒരു സമയം കിട്ടുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മളിപ്പം സിനിമ ചെയ്തു കഴിഞ്ഞാലും എല്ലാവരിലേക്കും എത്തില്ല. അപ്പൊ ചെയ്ത സിനിമകളുടെ കണക്ഷൻ ത്രൂ പോവുക, അങ്ങനെയൊക്കെയല്ലേ പറ്റുള്ളൂ. അപ്പൊ ചില ആൾക്കാർ ഈ പറഞ്ഞ പോലെ വിളിക്കുന്ന സമയത്ത് അവർക്ക് അവരുടെ ആവശ്യങ്ങൾ പലതുമായിരിക്കും. അപ്പൊ അതിപ്പോ തമിഴ് നോക്കിയ സമയത്തും അവിടുന്നും ഉണ്ടായിരുന്നു ഇഷ്യൂസ് മലയാളത്തിലും. അപ്പൊ എനിക്ക് മൊത്തത്തിൽ ഇത്തരം ഇഷ്യൂ ആയി കഴിഞ്ഞപ്പോ ഇൻഡസ്ട്രി ഇങ്ങനെയാണോ എന്താ എനിക്ക് ആ സമയത്ത് അറിയാം. അപ്പൊ എല്ലാം ഇങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ട, അങ്ങനെ ഒരു സിനിമ ചെയ്യേണ്ട അവസ്ഥ എനിക്കില്ല. വീട്ടിൽ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാതെ നല്ല കുടുംബത്തിൽ നിന്ന് വന്ന. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു അല്ല, അച്ഛന് ബുദ്ധിമുട്ടില്ല. സിനിമ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ. അച്ഛൻ ഒരിക്കലും അങ്ങനെ എന്നെ പ്രൊമോട്ട് ചെയ്യാൻ, അച്ഛൻ അങ്ങനെയല്ല. അല്ല, ഞാൻ പറഞ്ഞത് അച്ഛന് സിനിമ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. സിനിമ എന്താന്ന് നന്നായിട്ട് മോക്കറിയാം. അതെ, അതാണ് എന്റെ ചോദ്യത്തിൽ. അതെ അതെ. അപ്പൊ സിനിമയിൽ പോകുമ്പോൾ ആ കാലഘട്ടത്തിൽ ഇത്തരം അഡ്ജസ്റ്റ്മെന്റുകൾക്ക് ഉള്ളവർക്കാണ് സിനിമ കിട്ടുന്നതെന്നെങ്കിലും
മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് ആ. അച്ഛന്റെ യാത്രയിലൂടെ ആ. അല്ല മനസ്സിലാക്കിയിട്ടുണ്ട്. അച്ഛന്റെ യാത്രയിൽ അങ്ങനത്തെ പ്രശ്നം എനിക്കറിയില്ല. അല്ല ഞാനും അച്ഛനും കേട്ട് അങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻ കേട്ട് ഉണ്ടായില്ല. കേട്ട് പഠിക്കുന്ന സിനിമ മേഖലയാണ് ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാൻ തീർച്ചയായിട്ടും. അതിനകത്തൊന്ന് അതെ കയറുന്നത് കേട്ടോ. അതെ മനസ്സിലായി. അങ്ങനെയുള്ള സ്ഥലത്ത് രാധിക സിനിമയിൽ അഭിനയിക്കുന്നു, രാധികകൾ നായികയാക്കണമെങ്കിൽ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകണമെന്ന് ചോദിക്കുന്നു. അങ്ങനെയല്ല, എനിക്ക് അങ്ങനത്തെ ഒരു സിനിമ വേണ്ടാന്ന് ചങ്കൂറ്റത്തോടുകൂടി നമ്മൾ തിരിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിപ്പോകുന്നു. ഉം. അതാണല്ലോ കാലഘട്ടം, അന്നത്തെ കാലഘട്ടം ഉണ്ടായി, അങ്ങനെ ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയി. അത്തരം ആളുകൾ ആ. അത്തരം ആളുകൾ പിന്നീട് എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? അല്ല എനിക്ക് ചോദിച്ച ആളുകൾ എനിക്ക് പേഴ്സണലി ഡയറക്റ്റ് അറിയില്ല. ഫോൺ കോൾസ് ആണ്. എന്നോട് നേരിട്ട് എൻ്റെ അടുത്ത് മുഖത്ത് നോക്കി ചോദിച്ച ആളുകൾ ഉണ്ടായിട്ടില്ല. ഇല്ല, ഇല്ല അങ്ങനത്തെ ഒരു ഉണ്ടെങ്കിൽ അടിയും എക്സ്പീരിയൻസ്. കൊടുക്കും. അത് പറയാൻ പറ്റില്ല. അത്ര പവറാണ് രാധിക, അത്ര പവറാണല്ലോ. എക്സ്പീരിയൻസ് അടി കൊടുക്കില്ലായിരിക്കും, ചീത്ത പറയായിരിക്കും ഞാൻ. അല്ലെങ്കിൽ ഞാൻ കൂളായിട്ട് ഞാൻ അങ്ങനെ നമ്മൾ ചിരിച്ചു റിയാക്ട് ചെയ്യുന്ന പുച്ഛിച്ച് അത്രയേ ഉള്ളൂ. ഞാൻ ചിരിയുള്ള ചിരിച്ചുകൊണ്ട് മുഖമാണ് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളൂ. ചിരിച്ചുകൊണ്ട് ആൻസർ കൊടുക്കുള്ളൂ. ഉം. പറ്റില്ലെങ്കിൽ പറ്റില്ല ചേട്ടാ, താല്പര്യമില്ല എന്നുള്ളത് പറഞ്ഞിട്ട് ഫോണിൽ ഇങ്ങനെ ഒഴിവാവാം. പരസ്യമായിട്ട് തന്നെ ആവശ്യപ്പെടും. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഇതാണ് ആവശ്യം എന്നുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ സംസാരിച്ചിട്ട് ഫേസ് ഇത് ചെയ്തിട്ടുണ്ട്. നായിക ആകണമെങ്കിലാണോ? അതാണ് കൂടുതലും നായിക ആണെങ്കിൽ ഓപ്ഷൻസ്. ഓപ്ഷൻ ഇതാണ്, നായിക ആണെങ്കിൽ പിന്നെ അഡ്ജസ്റ്റ്മെന്റ് അവിടുന്ന് തയ്യാറാണ്. പോയാൽ പിന്നെ വേറെ പിന്നെ കിട്ടൂലല്ലോ. പിന്നെ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ അപ്പോഴൊക്കെ എന്ന് വെച്ചാൽ ഇവര് വൺസ് നമ്മള് ഒരു സ്ഥലത്ത് നോ പറഞ്ഞാൽ പിന്നെ ഇവര് കണക്ട് ചെയ്ത് വരുന്ന ഏത് സിനിമ വന്നു കഴിഞ്ഞാലും വിളിക്കണ്ട എന്നുള്ള ഒരു സംഭവം. അപ്പൊ അത് എനിക്ക് യൂസ്ഡ് ആയി. പിന്നെ ഇപ്പൊ എനിക്ക് നിൽക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് സിനിമ ഞാൻ പഠിച്ചത്, ഞാൻ MBA അതുപോലെ തന്നെ സൈക്കോളജിയും MBA കഴിഞ്ഞിട്ടാണ് ഞാൻ സിനിമയിലോട്ട് വരുന്നത്. അപ്പൊ എൻ്റെ കയ്യിൽ ഓൾറെഡി പഠിത്തമുണ്ട്, പഠിച്ചിട്ടുണ്ട്, ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് സിനിമ ഇല്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഉണ്ട് വർക്ക് ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ വർക്ക് ഈ ഇടയ്ക്ക് ചെയ്തോളാം. നിൽക്കുന്നവരായിരിക്കുമല്ലോ വിളിക്കുന്നത് അല്ലേ? ഈ ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരെ കൊണ്ട് കുഴപ്പം അല്ല, ചിലപ്പോൾ അവരായിരിക്കുമല്ലോ maybe വിളിക്കുന്നത്, സദ്യ വിളിക്കുന്ന അത് അവരായിരിക്കുമല്ലോ. അവരെ വിളിക്കും. ഞാൻ ഇത് ഇന്ന പറയുന്നത് സിനിമയ്ക്ക് ഇത് മേ ബി ചിലപ്പം ഇപ്പൊ പ്രൊഡ്യൂസർ അറിയുന്നുണ്ടാവില്ല, ഡയറക്ടർ അറിയുന്നുണ്ടാവില്ല, ഇവരൊന്നും അറിയുന്നുണ്ടാവില്ല. ഇത് ഇവരുടെ ആവശ്യമായിരിക്കും. ഈ ഇടയിൽ നിൽക്കുന്ന കാസ്റ്റിംഗ് ചെയ്യുന്ന ആൾക്കാരുടെ ആവശ്യം. നമ്മൾ ഓക്കെ പറഞ്ഞാൽ അവരുടെ പേരിലാണ് ഇവർ ചോദിക്കുന്നുണ്ടാവുക. പിന്നെ അത് കഴിയുമ്പോൾ ഇവരുടെ ആവശ്യമായിട്ട് മാറും. നമ്മൾ ഒരു സ്ഥലത്ത് യെസ് പറഞ്ഞാൽ അത് ലോകത്തുള്ള എല്ലാ ആൾക്കാർക്കുള്ള യെസ്സാ. പിന്നെ നമുക്ക് ഒരു സ്ഥലത്ത് വേറെ സ്ഥലത്ത് പോയി നോ പറയാൻ പറ്റില്ല. ഒരിക്കലും പറ്റില്ല. ആ. ഒന്ന് എസ് അപ്പൊ പറഞ്ഞാൽ അപ്പം പിന്നെ അവര് കണക്ട് ചെയ്താലേ പോകുന്നത്. അതെ. അപ്പൊ നിങ്ങൾ അന്ന് അവിടെ ചെയ്തല്ലോ ഇവിടെ ചെയ്തല്ലോ എന്നുള്ള ചോദ്യം വരും. അപ്പൊ പിന്നെ ആവശ്യമില്ലല്ലോ, വേണ്ട, എന്തിനാ വെറുതെ. ഈ സിനിമയിലല്ലോ ജീവിതം. ഒരിക്കലും അല്ല. എന്റെ പ്രോഗ്രാമിന്റെ പേരും സിനിമയല്ല ജീവിതം എന്നാണ്. ആണോ? അതാണ്. അതെനിക്കറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ പറയുന്ന മുമ്പ് ആ ജീവിതം പറഞ്ഞു. ഇത് തന്നെ എന്റെ ഇല്ല പ്രോഗ്രാമിന്റെ പേര്. സോറി നമ്മൾ ലോങ് എനിക്കറിയില്ല. ഇന്റർവ്യൂ ആണല്ലോ, സിനിമയല്ല ജീവിതം, ഓ അതാണ് കാണിക്കുന്നത്. ലോങ് ആണ് പക്ഷെ ജീവിതം. അവിടെ ഇപ്പം സാധിക പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ. ഉം. ഇങ്ങനെ 2 or 3 സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോഴാണോ ഇത്തരം ഒരു, എത്ര സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാനതാ പറഞ്ഞു, ഞാൻ സിനിമ അങ്ങനെ നമുക്ക് സ്വപ്നം കണ്ട് വന്ന വന്ന വ്യക്തിയല്ല. വ്യക്തിയല്ല. നമ്മൾ സിനിമയിലേക്ക് യാദൃശ്യമായിട്ട് വന്നു. സിനിമയിലേക്ക് വരുന്നു. ഞാൻ ഫസ്റ്റ് ഓർക്കൂട്ടി ചെയ്തപ്പോൾ ആദ്യമേ അച്ഛനും അമ്മേനോട് പറഞ്ഞത് സിനിമ അത് ഇങ്ങനെയാണ്. അർജുൻ അശോകൻ അല്ലേ? അർജുൻ ഉണ്ടായിരുന്നു, അർജുൻ അതേപോലെ ഉണ്ടായിരുന്നു. തന്നെ ബാലു അതെ അതെ ഉണ്ടായിരുന്നു, അതെ. പിന്നെ നമ്മുടെ ഞാൻ എന്റെ പ്രൊമോഷൻ സിബി സാറിന്റെ ചെയ്തിട്ടുണ്ട്. മോൻ ഉണ്ടായിരുന്നു, അങ്ങനെ കുറെ അർജുന്റെ ആദ്യത്തെ ആൾക്കാരുണ്ടായിരുന്നു. പടമാണല്ലോ. അർജുന്റെയും ബാലുവിന്റെ 2 എല്ലാവരുടെയും ആദ്യത്തെ അതെ പടം. അതെ അതെ. അതെ അതെ. അവിടുന്ന് അവര് പിന്നെ അങ്ങനെ ക്ലിക്കായി. ഉം. പിന്നെ അനുമോഹൻ ഒക്കെ അതിലാ വന്നത്. അതെ അതെ അവരൊക്കെ അതെ ഫസ്റ്റ്. അതെ പിന്നെ അതെ. വിഷ്ണു കുറെ ഇപ്പൊ പേരുണ്ടായിരുന്ന ഡയറക്ട് പടമാണ്. ചെയ്തു. അപ്പൊ കുറെ അവരൊക്കെ അതിൽ പേരുണ്ടായിരുന്ന വന്ന പടമാണ്. ആ ആൾക്കാരാണ്. സിനിമ കഴിഞ്ഞിട്ട് അടുത്ത സിനിമയിലേക്ക് പോകുന്നത്. അടുത്ത സിനിമ എന്ന് വെച്ചാല് ഞാൻ ഫസ്റ്റ് ഓർക്കൂട്ട് ചെയ്ത് കഴിഞ്ഞ പിന്നെ ഇവർ ചെയ്യുന്നത് MLA മണി 10ാം ക്ലാസ് അതെ അതെ. ഗുസ്തിയാണ്. പക്ഷെ റിലീസ് ചെയ്യുന്ന ഫസ്റ്റ് കലികാലമാണ്. ഉം. കലികാലമാണ് അതിനുശേഷം ചെയ്ത കലികാലം. പക്ഷെ കലികാലമാണ് ഫസ്റ്റ് റിലീസ് ഉം. ആവുണ്ടായിരുന്നത്. അപ്പൊ അത് അങ്ങനെ ആ സിനിമകൾ അങ്ങനെ പോവുക ചെയ്തിരിക്കുന്നത്. അപ്പൊ അതൊക്കെ എനിക്ക് ഡയറക്റ്റ് വന്ന അപ്പൊ അവിടെ ഒന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം MLA മണി വന്നതിന് റീസൺ പോലും ലൈക്ക് എനിക്ക് തോന്നുന്നു മണിച്ചേട്ടന്റെ കൂടെ അഭിനയിക്കാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളത് കാരണമാണ് MLA മണിയിൽ ആ ഒരു നായിക ക്യാരക്ടർ എൻ്റെ അടുത്തേക്ക് തേടി ആ വന്നത്. കാലത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. ആ കലാഭവൻ മണിയുടെ കൂടെ അഭിനയിക്കില്ല. അതെ. അത് എന്റെ അടുത്ത് വിളിച്ചപ്പോഴും ഇങ്ങനെ ഞാൻ പറഞ്ഞു. പറഞ്ഞു എനിക്ക് അങ്ങനെ ചോദിച്ചു, എൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴും ഞാൻ എന്താ പ്രശ്നം, എനിക്ക് സന്തോഷമായിരുന്നു. അല്ല, അങ്ങനെ ചോദിച്ചിരുന്നു അല്ലേ? അതായത് അങ്ങനെയല്ല, ഇങ്ങനെ ആണ് നായകനാണ് പുള്ളിയാണ് ആള്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കെന്താ പ്രശ്നം, എനിക്ക് എനിക്ക് നല്ല ചാൻസ് കിട്ടുക എന്നല്ലേ ഉള്ളൂ. കാരണം പിന്നെ മണിച്ചേട്ടനെ പോലുള്ള ആക്ടറുടെ കൂടെ അഭിനയിക്കാൻ ഒരു അവസരം കിട്ടുന്നത് പറയുന്നത് എന്നെ സംബന്ധിച്ച വലിയ ലക്കാണ്. കാരണം ഞാൻ സിനിമയിൽ ഒന്നും എത്തിയിട്ടുമില്ല. ഞാൻ കണ്ട ഏറ്റവും നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ആക്ടറാണ് മണിച്ചേട്ടൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. എല്ലാം കൊണ്ടും പാട്ടിന് പാട്ട്, ഡാൻസ്, എന്തിനാണെങ്കിലും ഓൾ ഇൻ ഓൾ ആണ്. പുള്ളിയുടെ ഒരുപാട് സിനിമകൾ കണ്ടു നിൽക്കുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പൊ എനിക്ക് പുള്ളിയുടെ കൂടെ അഭിനയിക്കാൻ എനിക്ക് അത്ര ഹാപ്പി ആയിരുന്നു. ഇപ്പൊ ഞാൻ ശ്രീധരൻ വിളിച്ചതിന് പറഞ്ഞു ഞാൻ ഓക്കെ, എനിക്ക് വേറെ ഒന്നും നോക്കാനില്ല. അല്ല, ഈ കലാഭവൻ മണിയുടെ കൂടെ ആ കാലത്ത് അഭിനയിക്കില്ല എന്ന് പറഞ്ഞ് ഏറ്റവും ആദ്യം കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് വിനയനായിരുന്നു. സംശയം വിനയനാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. വിളിച്ചപ്പോ ആൾക്കാരില്ല. ഇല്ല, ഇപ്പം സാധിക പറയുമ്പോൾ അത് കൃത്യമാവുകയാണ് വീണ്ടും. അല്ല, ഇങ്ങനെ ഉണ്ട്, അനുഭവം ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സാധികക്ക് വിളിക്കുമ്പോൾ പറയുകയാണല്ലോ അല്ല, മണി. കാരണം എന്നെ നായികയായിട്ടൊരു സിനിമ കിട്ടുക എന്നുള്ളത് അങ്ങനെ
ഒരാൾക്ക് നായികയാക്കി സിനിമ കിട്ടാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. എനിക്ക് വേറെ അവസരങ്ങളുണ്ട്. ഉം. എന്നെ വിളിക്കേണ്ടതാണ്. ഉം. പക്ഷെ അല്ല, എനിക്ക് ഇങ്ങനത്തെ സംഭവത്തിലേക്ക് വിളിക്കാനുള്ള റീസൺ ലൈക്ക് അപ്പൊ എനിക്കങ്ങനെ പറഞ്ഞപ്പോഴാണ് അപ്പോഴാണ് ഞാനും വിചാരിക്കുന്നത്. കാരണം ആൾക്കാര് അങ്ങനെ പറയോ എന്നുള്ളത് ഞാൻ അപ്പോഴാ ആലോചിക്കുന്നത്. നമ്മള് ഒരു പ്രൊഫഷൻ എടുക്കുന്ന സമയത്ത് ആക്ടിങ്ങിൽ നിൽക്കുമ്പോ നമ്മൾ ആക്ട് ചെയ്യാന്നുള്ളതാണല്ലോ. അവിടെ നമ്മുടെ പ്രൊഫഷൻ അതാണ്. അപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഇന്ന ആളാണെങ്കിൽ ഞാൻ അഭിനയിക്കൂല എന്ന് പറയുന്നുന്ന് പറയുമ്പോ ഞാൻ ലൈക്ക് ഞാനങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ആക്ച്വലി ആ സമയത്ത്. തീർച്ചയായിട്ടും അത് അത്തരം അനുഭവം ഉണ്ടായിട്ട്. അല്ല, സാധ്യതയോട് ചോദിക്കുവാണല്ലോ, കലാഭവൻ അതെ, മണിയാണ് അതെ. നായകൻ, അഭിനയിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അതായത് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് അഭിനയിക്കുമെന്നല്ല, ലൈക്ക് കുഴപ്പമുണ്ട്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നുള്ളത് കൺഫർമേഷൻ. കാരണം അവസാനം അവർക്ക് പറയണം. കാരണം കുറെ ആൾക്കാർ അവർ കൺഫേം ചെയ്തിട്ട് അവര് നോ പറയുമ്പോ പിന്നെ അതിന് ശേഷം വരുന്ന ആൾക്കാരോട് എങ്കിലും അത് പറയണല്ലോ. പറഞ്ഞിട്ടില്ല പിന്നീട് എന്ന് അതേക്കുറിച്ച് വെച്ചാ അന്വേഷിച്ചു, ആരായിരുന്നു കലാഭവൻ മണിയുടെ നായികയാകാൻ അന്ന് തീരുമാനിച്ചതെന്ന് ഞാൻ അന്വേഷിച്ചിരുന്നു. അതിന്റെ വഴിയെ പോകുവാറ്. അതൊക്കെ എന്തിനാ കിട്ടിയിട്ടുണ്ട്, പറയണ്ട. വെറുതെ. ഇല്ല ഞാൻ കയ്യിലുണ്ട്, അതൊക്കെ ഇല്ല, പറയണ്ട. ലൈക്ക് ഞാൻ അതുകൊണ്ടല്ല ചേട്ടാ. ഞാൻ ആക്ച്വലി എന്തിപ്പോ സിനിമയിൽ സെറ്റ് പോവാണെങ്കിലും എവിടെ പോവാണെങ്കിലും എനിക്ക് തന്ന ജോലി എന്താണോ അവിടെ പോവുക, അത് ചെയ്യുക, തിരിച്ചു വരിക എന്നല്ലാതെ അവിടെ ഒരാൾ എനിക്ക് ഇപ്പോഴും സിനിമയിൽ സൗഹൃദങ്ങളില്ലാത്ത വ്യക്തിയാണ് ഞാൻ. എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിക്കുക അവരുടെ നമ്പർ അവരെ ആ, എന്താണ്. എന്തുകൊണ്ട് സൗഹൃദം നിർത്തിയില്ല? സിനിമയോട് അച്ഛൻ ഒരു വെറുപ്പ് അച്ഛന് സംഭവിച്ചു. സിനിമ നല്ലതൊന്നും കിട്ടിയത് ഞാൻ കണ്ടിട്ടില്ല. അത് കാരണം തീർച്ചയായിട്ടും. എനിക്ക് ഒരിക്കലും സിനിമയിലെ സൗഹൃദങ്ങൾ അതായത് അപ്പം കാണുന്ന ആൾക്കാരുടെ ഒരു ഇഷ്ടം എന്നല്ലാതെ പിന്നീട് അത് നിലനിർത്തുന്ന ഒരു സൗഹൃദമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഞാൻ കണ്ടു വളർന്ന് ഒരു ഞാൻ സിനിമയിലോട്ട് വരുന്നത് എൻ്റെ 20-ാമത്തെ 21-ാമത്തെ വയസ്സിലെന്തോ. അപ്പം 21 വർഷം ഞാൻ അച്ഛൻ എന്താണ് സിനിമയിൽ ഉണ്ടായിരുന്നത് കണ്ടിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ അച്ഛന് സിനിമയിൽ നിന്ന് അങ്ങനത്തെ ഒരു സൗഹൃദങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയാ, അങ്ങനെ കൂടെ നിൽക്കുന്ന ആളുകളെയോ അല്ലെങ്കിൽ പിന്നെ ഞാൻ ചെറുപ്പത്തിലാണെങ്കിലും അച്ഛനെല്ലാം റിഫ്ലക്ടേഴ്സും ഒക്കെ ഉണ്ടല്ലോ. അന്ന് നമുക്ക് റിഫ്ലക്ടറും ഇപ്പൊ ഈ ലൈറ്റിംഗ് പരിപാടിയൊന്നും അല്ല. ഒരു മെയിൻ കീ ലൈറ്റ് വെച്ചിട്ട് റിഫ്ലക്ടർ അടിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെന്ന് വെച്ചാൽ ഞങ്ങള് വീട്ടിലുണ്ടാക്കുവായിരുന്നു. ഉം. ഈ നമ്മുടെ ഫോയിൽ പേപ്പേഴ്സ് വെച്ചിട്ട് ബോർഡ് അടിച്ച് ബോർഡിൽ കംപ്ലീറ്റ് ഈ സിൽവർ ഫോയിൽസ് ഒട്ടിച്ച് അപ്പൊ ഇതൊക്കെ ഞാൻ എൻ്റെ വീട്ടിന്ന് കണ്ട് വളർന്നിട്ടുള്ള ആളാ. ഉം. ഈ സിനിമയുടെ എല്ലാ എക്യുപ്മെന്റ്സും സംഭവങ്ങളും ചെയ്യുന്നതും ഒക്കെ ഞങ്ങള് വീട്ടിലാണ്. എൻ്റെ വീടിന്റെ സ്റ്റുഡിയോ ആയിരുന്നു, വീടിന്റെ ഒരു റൂമായിരുന്നു ഇന്ത്യ വിഷന്റെ സ്റ്റുഡിയോ എന്ന് പറയുന്നത്. ഇന്ത്യ വിഷൻ തുടങ്ങിയ സമയത്ത് അച്ഛനും കൂടെ ഉണ്ടായിരുന്ന. ഞാനും അപ്പൊ ഉണ്ടായിരുന്നു, വിനോദം അപ്പൊ ഉണ്ടായിരുന്നു. അപ്പൊ അതോടെ എന്റെ വീടിന്റെ ഒരു ഫ്ലോർ, എന്റെ വീടിന്റെ ഒരു റൂമാണ് ഇന്ത്യ വിഷൻ സ്റ്റുഡിയോ. അതിനകത്താണ് ഈ ന്യൂസും എല്ലാം എടുക്കുന്നതും ഒക്കെ. അപ്പം എനിക്കപ്പം ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഞാൻ കുട്ടിക്കാലം തൊട്ടേ ഞാൻ നടന്ന് കളിച്ചിട്ടുള്ള സംഭവമാണ്. അപ്പൊ ഇത് ചില ആൾക്കാർ ഇടയ്ക്ക് വന്നിട്ട് പറയാ, എടുത്ത് വേണ്ട ഒന്ന് എനിക്ക് ആ റിഫ്ലക്ടർ ഒന്ന് യൂസ് ചെയ്യാൻ വേണം, ആ കൊണ്ട് അച്ഛൻ പറയും എടുത്തോളാൻ. അതെ, അത് അതെ. പോയി. പിന്നെ നമ്മൾ ഉണ്ടാക്കിയതോ നമ്മുടെ കഷ്ടപ്പാടോ തിരിച്ചു വരുന്ന പരിപാടിയൊന്നും ഇല്ല. അപ്പൊ ഇതെല്ലാം അച്ഛന്റെ കയ്യിൽ നിന്ന് എല്ലാം ആൾക്കാര് എടുത്തോണ്ട് പോവാ എന്നുള്ള സാധനം മാത്രമാണ്. കാരണം അച്ഛൻ ഇവരൊക്കെ വിശ്വസിക്കുന്ന കൂടെ നിന്നാ. അപ്പം ആ വിശ്വാസം തിരിച്ച് അവര് കാണിക്കുന്നില്ലെന്ന് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ വളരുന്ന സമയത്ത് ഞാൻ ആ ഇൻഡസ്ട്രിനോട് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു വിശ്വാസം ഉണ്ടാവില്ല. കാരണം അവിടെയുള്ള ആൾക്കാരോട് ചിലപ്പോൾ ആൾക്കാർ നന്നാവാം, എല്ലാം ഉണ്ടാവാം. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു വിശ്വാസം അവരുടെ അടുത്ത് ഉണ്ടായിക്കോണം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഒരിക്കലുമില്ല. ഞാൻ കണ്ടു കണ്ട് വളർന്നതും വളർന്നത് കേട്ടു എന്താണോ വളർന്നതും അങ്ങനെയാണ്. അപ്പൊ ആ അതുകൊണ്ട് സാഹചര്യങ്ങളാണ്. ഈ പറഞ്ഞത് കറക്റ്റാണ്. അപ്പൊ നമുക്കൊരു സൗഹൃദമൊന്നും അവിടെ ഉണ്ടാകില്ല. അപ്പൊ അതുകൊണ്ട് ഉറപ്പാണ്. എന്റെ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ലോകത്തിലേക്കുള്ള സൗഹൃദം. എന്റെ സുഹൃത്തുക്കളെല്ലാം സിനിമയുടെ പുറത്താണ്. എല്ലാരും ഹായ് ബായ് പറയണ എല്ലാ ആൾക്കാരും ഞാൻ സിനിമ ആരോടും വേണ്ടാന്ന് സ്വയം വെച്ചതാണോ? സിനിമ വേണ്ടാന്ന് സ്വയം വെച്ചോന്ന് വെച്ചാൽ ഈ ഒരു പ്രശ്നം കാരണം സിനിമ വേണ്ടാന്ന് ഞാൻ ഏത് തീരുമാനിച്ചതാണ്. അഡ്ജസ്റ്റ്മെന്റ് വേണമെന്ന് പറഞ്ഞപ്പോ? അതായത് അങ്ങനത്തെ ഒരു കാര്യം കാരണം അതുണ്ടെങ്കിൽ മാത്രമേ സിനിമ കിട്ടൂ എന്നുള്ള എന്നെ തേടി വന്നതെല്ലാം അങ്ങനത്തെ ആയതുകൊണ്ട് അത് കാരണേ സിനിമ കിട്ടൂ എന്നൊരു അല്ല, ആ കാലത്തില് ഓപ്ഷൻ വന്നപ്പോ ഈ സാധികയെ തേടി വരുന്നതെല്ലാം അങ്ങനെ വരാനുള്ള കാരണം എന്താണ്? അത് എന്നോട് ചോദിച്ചിട്ട് അല്ല, കാര്യമില്ല. ഞാൻ അത് ചോദിച്ച എന്നെ തേടി വരുന്നതാണോ എല്ലാവർക്കും വരുന്ന പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ലല്ലോ. അല്ല, എന്റെ കാര്യമല്ലേ എനിക്ക് അത് പറയാൻ സാധിക പറ്റൂ. പിന്നീട് ആരെങ്കിലും അന്നത്തെ സിനിമ വലയമുണ്ടല്ലോ അല്ല അന്നത്തെ. ചേട്ടാ, ഞാൻ മനസ്സിലാക്കി ഇപ്പൊ എനിക്ക് വേണ്ടാത്തൊരു കാര്യം ചിലപ്പോൾ വേറൊരാൾക്ക് എനിക്കിപ്പം ഞാൻ പറയാം എനിക്കൊരു ബുദ്ധിമുട്ടില്ല. സിനിമ എൻ്റെ ഒരു ആവശ്യമല്ല എന്നുള്ളതാണ് എനിക്ക് അപ്പോഴത്തെ സംഭവം. എനിക്കതൊരു ആവശ്യമുള്ള സംഭവമല്ല. അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. എല്ലാ ആൾക്കാരും അങ്ങനെ ആയിരിക്കില്ല. സിനിമ സ്വപ്നം കണ്ടുവരുന്ന ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർ വന്ന് പെട്ടുപോകുന്ന ആൾക്കാരുണ്ടാവും. ഒരെണ്ണത്തിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ പെട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ മുന്നോട്ടേക്ക് അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ടാവും. പല ആൾക്കാരും ഒരു വ്യക്തികൾ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അപ്പം എൻ്റെ തീരുമാനമായിരുന്നു വേണ്ട എന്നുള്ളത്. അപ്പൊ എനിക്ക് വന്ന കോളുകൾ എന്നുള്ളത് എനിക്ക് വന്ന സമയത്ത് എനിക്ക് ഇതാണെന്ന് തോന്നിയപ്പോ എനിക്ക് അന്ന് ഞാൻ പലപ്പോഴും ഇങ്ങനത്തെ അവസരങ്ങൾ നഷ്ടപ്പെടുന്ന സമയത്ത് അന്ന് എനിക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ട്. ഉം. ലൈക്ക് ബാക്കി ഇതിന് റെഡി ആയിട്ടുള്ള ആൾക്കാരുള്ളത് കൊണ്ടാണല്ലോ
എനിക്ക് അവസരം കിട്ടാത്തത് എന്ന് അന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല. ഞാൻ ചിന്തിക്കാത്തത് എനിക്ക് പറ്റാത്തത് അവർക്ക് പറ്റുന്നുള്ള അവരുടെ കഴിവായിട്ടേ ഇപ്പം ഞാൻ കാണുന്നുള്ളൂ. അതെനിക്ക് എനിക്ക് എന്റെ പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത്. അതായത് എന്റെ കുഴപ്പമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. എനിക്ക് പറ്റില്ല എന്നുള്ളത് എന്റെ പ്രശ്നമാണ്. ചിലപ്പോൾ എനിക്ക് പറ്റുമെങ്കിൽ ഞാനും ചെയ്തേനെ. ഞാനും ഇപ്പം സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ നായികയായിട്ട് നിന്നേനെ. അപ്പൊ അത് ഡിഫറന്റ് ആക്ച്വലി. നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് മാനം വിറ്റ് അഭിനയിക്കണ്ട. അത് എനിക്ക് ഒന്നും അങ്ങനത്തെ അത് അഭിനയം എന്നല്ല. എനിക്ക് അങ്ങനെ ഒന്നും ഒന്നും വേണ്ട, മാനം ചെയ്യണ്ട. വിറ്റ് ഒന്നും ചെയ്യണ്ട. നമുക്ക് നമ്മുടെ ബേസിക് ആയിട്ട് എന്റെ ക്യാരക്ടർ വിട്ടിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. അതിപ്പോ എനിക്ക് വേറെ സാധിക സിനിമ ആരാണ് സാധികയ്ക്ക് അറിയാം. അപ്പൊ അത് സാധികയ്ക്ക് സാധികയുടെ മാനം കാക്കാൻ അറിയാം. അത്രേ ഉള്ളൂ. ഏഹ് അപ്പൊ ആ അത് ഒരു വെച്ചിട്ട് ആ ഒരു അതാക്കിയിട്ട് സ്റ്റാൻഡ് എനിക്ക് നല്ലത് ഒന്നും തന്നെയാണ് ചെയ്യണ്ട സാധിക. എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ആ കാലത്തൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇങ്ങനെ വെളിപ്പെടുത്തലൊക്കെ വളരെ ചുരുക്കം ആളുകളാണ്. അനുഭവിച്ച കാര്യങ്ങൾ. അല്ല, അത് ഞാൻ സീരിയസ്ലി പറഞ്ഞതാണ് സാധിക. അത് അല്ല കാരണം അതായത് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പം 10 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ളപ്പോൾ ഞാൻ അന്ന് നിൽക്കുന്ന അതേ പൊസിഷനിൽ തന്നെ ഇപ്പോഴും നിൽക്കുന്നത്. എനിക്ക് പ്രത്യേകിച്ച് ഉയർച്ചകളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അന്നും ഇന്നും ഞാൻ നിൽക്കുന്നത് സെയിം സ്റ്റാൻഡിലാണ്. മീൻസ് സെയിം പൊസിഷനിൽ. ഇപ്പോഴും ഇപ്പൊ പേയ്മെന്റിന്റെ കാര്യമാണെങ്കിലും അന്ന് ഞാൻ വാങ്ങിച്ച പേയ്മെന്റ് തന്നെ ഓൾമോസ്റ്റ് ഇപ്പോഴും ഞാൻ പേയ്മെന്റ് വാങ്ങിക്കുന്നത്. കൂട്ടി പറയുന്ന സമയത്ത് ആൾക്കാർ എന്നോട് ചോദിക്കും, എന്ത്? അയ്യോ ഇല്ല. ഇത് നമുക്കിത് യൂസ്ഡ് ആണ്. അപ്പൊ ഇത് പിന്നെ ഒന്നോ എനിക്ക് രണ്ടോ കൈപ്പേറിയ അനുഭവമല്ല, നിരന്തരം കൈപ്പേറിയ അനുഭവം കൊണ്ട് നമ്മൾ വിട്ടെറിഞ്ഞിട്ട് പോയി. ഒരുപാട് സംഭവം അത് കുറെ റിപ്പീറ്റഡ്ലി സംഭവം ഞാൻ ഒരിക്കലും പുറത്ത് ഷോസ് ചെയ്തിട്ടില്ല ഇതേ ഇഷ്യൂസ് കാരണം. പുറത്ത് ഒ ഷോയിസ്റ്റ് പോകുമ്പോൾ ഇതുണ്ടോ? ഇത് ഞാനിത് ചെയ്തിട്ടില്ല. അത് കാരണമാണ് ഞാൻ ചെയ്യാതിരുന്നത്. എനിക്ക് കുറെ എനിക്ക് ഇഷ്ടംപോലെ അങ്ങനത്തെ അനുഭവങ്ങൾ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഫേസ് ചെയ്യുന്നതാണ് കുറെ ആൾക്കാർ ഫേസ് ചെയ്യുന്നുണ്ടാവും. എനിക്കറിയില്ല. അത് കുറെ ആൾക്കാർ പറയുന്നുണ്ടാവില്ല. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമുള്ള ആൾക്കാർ എനിക്കറിയാം. അല്ല, ഇങ്ങനെ തുറന്നു പറയുന്നത് ഒന്നോ രണ്ടോ പേരുണ്ടെങ്കിലും മറ്റുള്ളവർക്ക്. തുറന്ന് പറയുന്ന ആൾക്കാരെ എല്ലാവർക്കും പേടിയാ. അത് കാരണം ഉള്ള അവസരം കൂടി ഇല്ലാതെയാവും. അത്രയേ ഉള്ളൂ. വേറെ ഒന്നും സാധിക്ക് ഇത് സംഭവിക്കില്ല. വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. സാധിക്ക് ഇങ്ങനത്തെ അവസരം വേണ്ടാന്ന് പറഞ്ഞിട്ടല്ലോ തുറന്നു അല്ല പറയുന്നത്. അത് ഞാൻ പറയുന്നത് ഇങ്ങനെ നമ്മൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്കും കൂടി കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ പേടിയായിരിക്കും. ഭയം വരും. അതെ എന്താന്ന് വെച്ചാൽ ഈ കുട്ടിനെ വിളിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവോ, എന്താവും, ഏതാന്നുള്ള ഒരു പേടി ഉണ്ടാവും. അപ്പൊ അത് കാരണം എൻ്റെ അടുത്ത് സാർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജോഷ് സാറ്, ഉം. നീ അധികം ഇന്റർവ്യൂ ഒന്നും കൊടുക്കാതിരിക്കാൻ നല്ലത്, നീ വായടച്ചു വെക്ക്. സത്യം. അല്ല, ഇത് എന്നിട്ട് നേരത്തെ കൊടുക്കാതിരുന്നു. എനിക്കിപ്പോ തോന്നുന്നു സാധ്യത നേരത്തെ ഇന്റർവ്യൂ എടുത്തിട്ട് ഈ സാധനം പുറത്തു വിടണമായിരുന്നു എനിക്ക് തോന്നുന്നു. സമയം വൈകിപ്പോയാണ്. എന്തിന്? അല്ല, ഇത്തരം കാര്യങ്ങൾ പറയാൻ ചങ്കൂറ്റത്തോട് വരുന്ന സ്ത്രീകൾ വളരെ ചുരുക്കമാണ്. ഒരു സമയങ്ങളിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ കുറെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ സ്ത്രീകളുണ്ട്. അവരൊക്കെ മൂലയിലാണ് ഇപ്പം. മനസ്സിലായോ? അവർക്ക് മലയാളം സിനിമയില്ല. പല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞപ്പം അവരെവിടെയാന്നും നമുക്കറിയില്ല. അല്ല സിനിമ അല്ല, മനസ്സിലായോ? എനിക്ക് കൃത്യമല്ലേ ഞാൻ മനസ്സിലായി. പറയുന്നത്? സാധിക ഇപ്പൊ ഇത് ഇവിടെ വെച്ച് ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ അതുകൊണ്ട് ഇനി അല്ല, സിനിമ ഇനി നോക്കേ സാധികയ്ക്ക് വേണ്ടാന്ന്, ഇനി എന്താണെന്ന് അല്ല, ആലോചിക്കേ ഞാൻ വേണ്ടാന്ന് പറഞ്ഞ സാധിക്കിന് ഉദ്ദേശിച്ചു. ഭാവിയിൽ എന്താ, സാധിക എന്നുള്ള ഒരു വ്യക്തിയാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് അല്ലെ? സാധികയുടെ അഭിനയമാണ് ഇഷ്ടപ്പെടുന്നത്. സാധിക എന്ന പെൺകുട്ടിയാണ് ഇഷ്ടപ്പെടുന്നത്. സാധികയുടെ സൗന്ദര്യമല്ല അവിടെ ഇഷ്ടപ്പെടുന്നത്, അഭിനയത്തെയാണ് ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മളെ സ്വീകരിച്ചാൽ മതി അല്ല എനിക്കത് അല്ലേ? അങ്ങനെ തന്നെ ഞാൻ എല്ലാവരോടും അതിനെ അല്ല, പറയാറുള്ളൂ. അങ്ങനെ കാരണം സ്വീകരിച്ചാൽ മതി. അങ്ങനെ വർക്ക് കിട്ടിയിട്ടല്ലേ കാര്യമുള്ളൂ. അല്ലാതെ എനിക്ക് ഒരു ആപ്റ്റ് അല്ലാതെ ഞാൻ അഭിനയിക്കില്ല എന്ന് തോന്നിയിട്ട് ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യുമെന്നത് കാരണം എനിക്കൊരു ക്യാരക്ടർ തന്നിട്ട് ആ ക്യാരക്ടറിനോട് ഒരു ജസ്റ്റിഫിക്കേഷൻ ഇല്ലാതെ എന്നെ അവിടെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഒരു ഞാൻ അങ്ങനെ കാര്യമില്ല. അങ്ങനെ ചെയ്യാൻ എനിക്കും പറ്റില്ലല്ലോ. ലൈക്ക് അങ്ങനത്തെ ഒരു സംഭവം ഞാൻ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ആ ക്യാരക്ടറിന് ഞാൻ ഓക്കെ ആണെന്ന് ഒരു ഡയറക്ടർക്ക് തോന്നുകയാണെങ്കിൽ മാത്രമല്ല. ഇപ്പൊ ഞാൻ അഭിനയിച്ച ക്യാരക്ടേഴ്സ് തന്നെ പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട് വളരെ ഓവർ ആക്ടിങ് ആണ്, മോശമായിട്ടുണ്ടെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഇപ്പൊ നമുക്ക് മെസ്സേജ് ഒക്കെ വരുമ്പോൾ ഇൻസ്റ്റയിൽ എഫ്ബിയിലൊക്കെ വരുമ്പോൾ. അപ്പൊ ഞാൻ ചിന്തിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഡയറക്ടർക്ക് അത് ഓക്കെ ആണോ? കാരണം ഡയറക്ടർ ഓക്കെ ആയതുകൊണ്ടായിരിക്കുമല്ലോ ആ ഷോട്ട് ഓക്കെ വെച്ച് സിനിമയിൽ അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ അപ്പൊ തന്നെ മാറ്റി ആളെ റീപ്ലേസ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. സോ എന്റെ ഡയറക്ടർ 100% അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 80% എങ്കിലും സാറ്റിസ്ഫൈഡ് ആണ് ഞാനെന്ന് പറയുന്ന വ്യക്തിയിൽ എന്ന് പറയുമ്പോഴാണ് ആ ഷോട്ട് ആ സിനിമയിൽ വരുന്നുള്ളൂ. അല്ലെങ്കിൽ അത് നമ്മൾ സ്ക്രീനിൽ കാണുന്നുള്ളൂ. അല്ലെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം. സിനിമയ്ക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഞാൻ അവരെ വിശ്വസിക്കുന്നുള്ളൂ. അതല്ലാതെ പുറത്തുനിന്നുള്ള ആൾക്കാർ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ അതിനെപ്പറ്റി അധികം ബോധേഡ് അല്ല. അപ്പം നല്ല വർക്ക് കിട്ടുവാണെങ്കിൽ മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ സിനിമ. നല്ല ക്യാരക്ടേഴ്സ് വരുവാണെങ്കിൽ, നല്ല ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാത്രമേ എനിക്ക് സിനിമ വേണ്ടൂ. അല്ലെങ്കിൽ സിനിമ വേണ്ട. ഇപ്പോഴും എനിക്ക് വേണ്ട. ഇപ്പോഴും വേണ്ട. ഷോയും വേണ്ട. ഷോയും വേണ്ട. അല്ല ഒന്നും വേണ്ട എനിക്ക്. എന്നെ കൊണ്ട് പറ്റാത്തതുകൊണ്ടാ. അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. പറ്റിയെങ്കിൽ ഞാൻ ചിലപ്പോൾ ശ്രമിച്ചേനെ. എന്നെ കൊണ്ട് പറ്റാഞ്ഞിട്ട്. ഈ ഷോയ്ക്ക് വിളിക്കുമ്പോഴും ഇത് തന്നെ സംഭവിച്ചിട്ടുണ്ടല്ലേ? ഇഷ്ടംപോലെ. അല്ലേ? ആ ഷോയ്ക്ക് വിളിക്കുന്നത് ഇടയ്ക്ക് നിന്നുള്ള ആളുകളായിരിക്കില്ലല്ലോ ശരിക്കും. അല്ല അതൊക്കെ ഡയറക്റ്റ് സ്പോൺസേഴ്സിന്റെ അടുത്തേക്ക് സംസാരം എത്തുമ്പോഴുള്ള സമയത്താ പ്രശ്നം. എനിക്കിപ്പോ ഈ അടുത്തൊരു ഷോ ഓണത്തിലൊരു ഷോ കട്ടായി. ഇത് തന്നെയാണ്. ഓൾമോസ്റ്റ് എല്ലാം ഒക്കെ ഓക്കെ ആയിരുന്നു. ഇപ്പോഴും അത്തരം ആളുകളുണ്ട്.
ഈ ഓണത്തിന് ഷോയ്ക്കും അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാണെന്ന് ചോദിച്ച അത് ആളുകളുണ്ട്. അഡ്ജസ്റ്റ്മെന്റ് വഴിയല്ല. ഇപ്പൊ ആ പരിപാടിയൊക്കെ നിന്നു. ഇപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങളും പരിപാടിയൊന്നും ഇല്ല. നമുക്ക് 2-3 ദിവസം ഒന്ന് അടിച്ചു പൊളിക്കുക. കളിച്ച് പൊളിച്ച് സംസാരിച്ചിട്ടൊക്കെ പോവാം. എനിക്കൊരു പരിചയമില്ലാത്ത ആളുടെ കൂടെ ഞാൻ എന്തിനാ അടിച്ചു പൊളിച്ച് സംസാരിക്കണം? അതെവിടെയാണ്? എനിക്ക് ദുബായിലായിരുന്നു എനിക്ക് ഷോ. ആക്ച്വലി എനിക്ക് അത്രയും പരിചയമുള്ള ആൾക്കാരുടെ കൂടെ തന്നെ എനിക്ക് പോകുമ്പോ പലപ്പോഴും പ്രശ്നങ്ങളാ. അപ്പൊ പിന്നെ ഞാൻ ലൈക്ക് എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാരുടെ കൂടെ ഞാൻ എന്താ അടിച്ചു പൊളിച്ച് ഇപ്പൊ രീതി മാറിയെന്നുള്ളൂ. അതായത് നമുക്കൊന്ന് കറങ്ങാം. അതേ ഉള്ളൂ. അത് കാലഘട്ടത്തിന്റെ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അവരും പഠിച്ചു സംഭവം തുടങ്ങും. എല്ലാം ഒന്ന് തന്നെ. നമ്മള് പഠിക്കുന്ന പോലെ തന്നെ അവരും പഠിക്കുമല്ലോ. എങ്ങനെ ചോദിക്കണം, ഈ എങ്ങനെ ഈ ഓണത്തിനാണ് approach ചെയ്യണം. പോയത്. ഇപ്പൊ എവിടെയായിരുന്നു ഷോ? നടക്കാനല്ല. ദുബായിലാ ദുബായില്. അല്ലേ? ഞാൻ ആക്ച്വലി ദുബായിൽ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും ഇതേപോലത്തെ ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ലൈക്ക് എനിക്ക് വന്ന കുറെ വർക്ക് ഇതേപോലെ തന്നെയായിരുന്നു. കാരണം അവരെനിക്ക് മെസ്സേജ് കാണിച്ചെന്ന് കുറെ പേര്. എന്താണ് അവര് പേയ്മെന്റ് കൊടുക്കാൻ റെഡിയാണ്. എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചിട്ട്. അവര് ഷോ എടുത്തില്ല. അവര് ആക്ച്വലി അവരപ്പൊ എന്നോട് പറഞ്ഞു ഞങ്ങള് അത്രയും ഫിൽട്ടർ ചെയ്തിട്ടാ ഷോ എടുത്തിട്ടുള്ളത്. ഞാൻ എന്തോ ഒരു അവര് തന്നൊരു ഷോനെ പറ്റി ഞാൻ ജസ്റ്റ് ഡിസ്കസ് ചെയ്തപ്പോഴാണ് അവരെന്നോട് പറഞ്ഞത്. അധികം ഇതാണ് അവസ്ഥ. ഇങ്ങനെയാണ് ഇവിടെ മെസ്സേജുകൾ വന്നിരിക്കുന്നത്. മേ ബി എനിക്ക് തോന്നി ഇപ്പൊക്കെ ചിലപ്പം എന്റെ ഫോട്ടോഷൂട്ടുകൾ ഒരു ഒരു പരിധി വരെ അതിന് കാരണമായിരിക്കാം ഇവര് തീർച്ചയായും ചോദിക്കാൻ. അങ്ങനത്തെ കാരണം ഫോട്ടോഷൂട്ടുകളാണല്ലോ. കാരണം എക്സ്പോസ് ചെയ്തിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. മോഡലിംഗ് എന്റെ പാഷനാ. പക്ഷെ എല്ലാ ഞാൻ ഫോട്ടോസും പറയുന്നത് അങ്ങനെ തന്നെയാണല്ലോ. എന്റെ കൂടുതൽ ഫോട്ടോസും അങ്ങനെ തന്നെയാണ്. ഏറ്റവും കൂടുതൽ സംഭവം മോഡലിംഗ് എന്റെ പാഷനാണ്. അപ്പൊ അത് വെച്ചിട്ട് എന്നെ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഞാന് അത് എക്സ്പോസ് ചെയ്യുന്നു അല്ലെങ്കിൽ സാദികയുടെ ജോലിയാണ് ചെയ്യുന്നത്. എന്റെ ഫോട്ടോസിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഫോട്ടോഷൂട്ട് ഇങ്ങനെയാണെന്ന് കരുതി എന്റെ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് വിചാരിക്കാൻ പാടില്ല. അത് അവരുടെ കുഴപ്പം, എന്റെ കുഴപ്പമല്ല. ഒരു ആ കാഴ്ചപ്പാട്. തോട്ട് അവരുടെ കാഴ്ചപ്പാടിന്റെ കുഴപ്പമാണ്. ഇങ്ങനത്തെ വസ്ത്രം ധരിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ചെറിയ കുട്ടികൾ എന്തൊക്കെ അപ്പൊ അവർക്ക് അവരോടും തോന്നണ്ടേ? ഒരു ഏജ് കഴിഞ്ഞാൽ ഇങ്ങനെ വസ്ത്രം ധരിക്കാൻ പാടുള്ളൂ, ഇങ്ങനെ ആയിരിക്കണം. ഇപ്പൊ നമ്മുടെ അമ്മമാരൊക്കെ ചിലപ്പം എന്റെ അമ്മയുടെ ഏജിൽ എനിക്കൊന്ന് കുറച്ചും കൂടി പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ അവരൊക്കെ സാരി ഒക്കെ ഇടുന്നത് കാണാൻ അവർ അത്രയും കൂളായിട്ടാ സാരി ഇടുന്നത്. അവരാരും ഞാൻ ഒരിക്കലും സാരിയൊക്കെ പിന്ന് കുത്തി എല്ലാ സൈഡും മറച്ച് വെച്ച് സാരി ഉപയോഗിക്കുന്ന ലേഡീസിനൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്റെ ചെറുപ്പത്തിൽ ഞാൻ അങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടില്ല. അപ്പം അന്ന് അവരോട് ഇപ്പൊ അവർക്ക് തോന്നുന്നു അവര് മോശാന്ന് പറയണ്ടേ? ചിലപ്പോ ഈ പറയുന്ന ആൾക്കാരുടെ അമ്മമാരും പല ആൾക്കാരും ചിലപ്പോ അങ്ങനെയായിരിക്കും വസ്ത്രം ധരിക്കുന്നത്. പക്ഷെ നമ്മൾ ധരിക്കുമ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു സംഭവത്തിൽ വരുന്ന സമയത്ത് മാത്രം അതൊരു മോശമായിട്ട് നമ്മളങ്ങനെ കാണേണ്ട ആവശ്യമില്ല. ഇത് കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് കാഴ്ചപ്പാട് അത് അത്രേ ഉള്ളൂ. ഒരു കാഴ്ച അല്ലേ? തീർച്ചയാണ്. ഈ ഫോട്ടോഷൂട്ട് ഒരു പരിധി വരെ ഈ പറഞ്ഞതുപോലെ ആളുകൾ കാണുന്ന ഒരു സ്പേസിൽ തന്നെയാണ് എല്ലാം ഇടുന്നത് അല്ലേ? ഡെഫിനറ്റ്ലി. അപ്പൊ ഞാൻ അതിലേക്ക് വരാൻ കൊണ്ടിരുന്നതാണ്. പല ഫോട്ടോസിലും പല രീതികളെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. സാദികയുടെ ഫോട്ടോഷൂട്ട് സാദികയുടെ മാത്രമല്ല ഒത്തിരി ആളുകളുടെ ഫോട്ടോഷൂട്ട് അങ്ങനെയാണ് കേട്ടോ. തീർച്ചയായിട്ടും. നമുക്കറിയാവുന്ന ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം അവരൊക്കെ ഫോട്ടോഷൂട്ടിനിടയ്ക്ക് മോശമായ കമന്റ് വരുമ്പോഴൊക്കെ നമ്മൾ എന്തിനാണ് അവരെ ഇത്ര കമന്റ് ചെയ്യണമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണോ ഞാൻ പേഴ്സണലി പറയാണ്. ഉം. ആ ഫോട്ടോഷൂട്ട് തന്നെയാണ് സാദികയിൽ ഇതിലേക്ക് എത്തിക്കുന്നത്. ഉം. ഇപ്പൊ നേരത്തെ കാഴ്ചപ്പാടിന് അതെ അതെ. പിന്നീട് അത് ചിന്തിക്കുമ്പോൾ നമുക്കത് വേണ്ടായിരുന്നു എന്ന് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരു സമയത്ത് തോന്നിയിട്ടുണ്ട് ആക്ച്വലി. ലൈക്ക് ഇങ്ങനത്തെ ഒരു അതായത് കുറെ നെഗറ്റീവ് കമന്റ്സ് വരാൻ തുടങ്ങിയപ്പോ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ലൈക്ക് വീട്ടിലോട്ടൊക്കെ പേഴ്സണലി ആൾക്കാരുടെ അടുത്ത് ചീത്ത പറയുന്ന സിറ്റുവേഷൻസും സംഭവമൊക്കെ വന്നു കഴിഞ്ഞപ്പം ഞാൻ ഒരു ചെറിയൊരു ബ്രേക്ക് ഞാൻ കൊടുത്തായിരുന്നു. ലൈക്ക് ഞാനിത് ഫോട്ടോഷൂട്ട് ഇങ്ങനത്തെ ഒരു ഞാൻ എക്സ്പോസ് ചെയ്യാൻ ഞാൻ ഇന്നലെ പെട്ടെന്ന് തുടങ്ങിയ ആളല്ല. ഞാൻ മോഡലിംഗ് എപ്പം തുടങ്ങിയോ അതായത് 2007 ഞാൻ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോ തൊട്ടിട്ട് ഞാൻ ഏത് കോസ്റ്റ്യൂമോ അല്ലെങ്കിൽ ക്ലയന്റിന് ഓക്കെ ആയിട്ടുള്ള ഏത് കോസ്റ്റ്യൂം ആണെങ്കിൽ എനിക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ എന്നെ കണ്ടാൽ എന്നെ കണ്ണാടിയിൽ നോക്കുമ്പോൾ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ആ കോസ്റ്റ്യൂം ഓക്കെ പറയാറുണ്ട്. അതിപ്പോ ഇന്നലെ ഒരു സുപ്രഭാതത്തിൽ എല്ലാരും പറഞ്ഞ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാല് ഒട്ടുമിക്ക ആൾക്കാരും തോട്ട് ഒന്നോ രണ്ടോ സിനിമ ചെയ്തിട്ടുണ്ട്, പിന്നെ അധിക സിനിമകളൊന്നും കാണുന്നില്ല, അപ്പൊ അവസരമില്ല, അപ്പൊ അതുകൊണ്ട് എങ്കിൽ പിന്നെ ഓക്കെ ഫൈൻ ഇങ്ങനത്തെ ഫോട്ടോഷൂട്ട് ചെയ്ത് കഴിഞ്ഞാല് അവസരം അവസരം കിട്ടും. കിട്ടും, അതിനു വേണ്ടി കാണിച്ചു കൂട്ടുന്നതാണെന്നാണ് ആളുകളുടെ ചിന്ത. ഉം. അത് എഗെയിൻ ഇറ്റ്സ് അവരുടെ പെർസെപ്ഷൻ ആണ്, അവരുടെ തോട്ടാണ്. അപ്പൊ ഞാനിത് അപ്പൊ തുടങ്ങിയിട്ട് ഞാൻ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്ത് എപ്പോഴാണോ അപ്പൊ തുടങ്ങി ചെയ്യുന്ന സംഭവമാണ്. അപ്പൊ തൊട്ടേ ഞാൻ ആസ് എ പ്രൊഫഷണൽ മോഡൽ എന്റെ ക്ലയൻസ് വരുന്ന എനിക്ക് അവർ പേയ്മെന്റ് തരുന്നുണ്ട് ഞാൻ ചെയ്യുന്ന വർക്കിന്. അപ്പൊ ഞാനത് കംഫർട്ടബിൾ ആണ്, എനിക്ക് പ്രശ്നമില്ല, അപ്പൊ ഞാനത് ചെയ്തു പോകുന്നുണ്ട്. അപ്പൊ അവിടെ ഞാൻ ഒരിക്കൽ പോലും ഇപ്പൊ ക്യാരക്ടേഴ്സ് എടുക്കുമ്പോഴും പിന്നെ ഷോർട്ട് ഫിലിമിലെ ക്യാരക്ടേഴ്സ് ആയിരുന്നു പിന്നെ അതിനെ എഫക്ട് പിന്നെ ചെയ്തിട്ടുള്ള സംഭവം. കാരണം ഞാൻ ചെയ്തിരിക്കുന്ന എല്ലാം അതിലെയും കഥാപാത്രം എങ്ങനെയായിരുന്നു? ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് ചെയ്തിട്ടുള്ള. ഇത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ചെയ്യാൻ ആൾക്കാരില്ല. ബാക്കി ആൾക്കാര് ഇത് ഇങ്ങനത്തെ ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ ഉള്ള ഇങ്ങനത്തെ സീക്വൻസ് ചെയ്യാൻ ആൾക്കാരില്ല. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മളെ തേടി വരുന്ന ഇങ്ങനത്തെ സംഭവങ്ങളായിരിക്കും. നമുക്കും ജീവിക്കണ്ടേ?